അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണണം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2 കൊല്ലം മുമ്പത്തെ എന്തോ ഒരു ലൈംഗിക ആരോപണവും പിന്നെ ഇപ്പം അടുത്തൊരു ഫസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഹർജി കൊടുത്ത സന്ദർഭത്തിൽ അതിലൊരു 5-8 മാസം ഞങ്ങളെ വെറുതെ നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയായിട്ട് ഒരു 4 വീഡിയോ ഇപ്പം നിലവിൽ ഒരു നമ്മുടെ കേരളത്തിലത്തെ ഒരു KP എന്നറിയപ്പെടുന്ന ഒരു ചാനലിൻ്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ചാനൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. 4 വീഡിയോ ഉണ്ട്. ആ 4 വീഡിയോ ഞാൻ കണ്ടപ്പോൾ വേറെ ആരും അങ്ങനെ വേറെ വീഡിയോ ഒന്നും ഇറക്കിയിട്ടോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതോ ആരും കാണുന്നില്ല. അപ്പോൾ ഈ 4 വീഡിയോ കണ്ടിരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ ഏകദേശം ആ ഫസ്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വോയിസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് നിലവിലുണ്ട്, നിങ്ങൾ നോക്കിയൊക്കെ കാണാം. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കൊണ്ട് ഞാൻ ഇടുന്നില്ല, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ആരും വിമർശിക്കാനോ അല്ലെങ്കിൽ അയാൾ എതിർക്കാനൊന്നുമല്ല. ഇത് സത്യാവസ്ഥ മനസ്സിലാണോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇടുന്നുള്ളത്. സത്യാവസ്ഥ വെച്ചെങ്കിൽ നമ്മൾ ഒരു വ്യഭിചാര കുറ്റം ആരോപിക്കുന്നത് എങ്ങനെ, അത് ഇസ്ലാമിൻ്റെ നിബന്ധനകൾ എന്തെന്നുള്ളത് ചെറിയൊരു ചുരുക്കമായിട്ട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ വെച്ചെങ്കിൽ പിന്നെ നമ്മളെ കോഴിക്കോട് കാദിക്കെതിരെ സമസ്ത ഉന്നതനായ കോഴിക്കോട് കാദിക്കെതിരെ കുറ്റപത്രം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇറക്കിയത്. പിന്നെ രണ്ടാമത് ഇറക്കിയ ഇത് വീഡിയോ എങ്ങനെ വെച്ചെങ്കിൽ അതിന് ഹെഡിങ് കൊടുത്തത് കാളിയെ തോളിലേറ്റുന്നവർ സത്യം മനസ്സിലാക്കണം, അദ്ദേഹം സമുദായത്തോട് ചെയ്തത് വലിയ തെറ്റ്. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ ഹെഡിങ്ങാണ് കേട്ടോ. 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയിൽ 47 വർഷം ജോലി ചെയ്തു എന്നിട്ടും എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും കാലി ചതിച്ചു. ഇതതിന് കൊടുത്ത് ഹെഡിങ്ങാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥം നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തെന്നുള്ളത്. പിന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ബഹുമാനപ്പെട്ട കാലി എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ ഈ 4 മുഖവാചകം കൊടുത്തിട്ടാണ് 3 വീഡിയോ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചുള്ളത് വെച്ചെങ്കിൽ കോടതി പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടൊക്കെ ഹാജരാക്കിയിട്ടുണ്ടെന്നും അയാൾ 2 കൊല്ലം മുമ്പ് ഇങ്ങനെ ലൈംഗികാരോപണത്തിൽ വിധേയനായിട്ടുള്ള കേസുണ്ടെന്നും അത് ഈ ഫസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് അതുമായിട്ട് കൂട്ടിയിട്ട് പറയുന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് സമസ്ത ഇത് ഇടപെടണം, സമസ്ത ശക്തമായ നടപടിയെടുക്കണം, ഇത് ഇസ്ലാമിനെ വഞ്ചിക്കുന്നതാണ്, മുസ്ലിങ്ങളെ വഞ്ചിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇയാളെ വാചകമടി. അപ്പോൾ എനിക്കിപ്പം എന്തെങ്കിലും ഞാൻ പിന്നെ വിമർശിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരു വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നൊരു മനുഷ്യന്മാരെ ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഏതെങ്കിലും നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് അപ്പം അത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ അപ്പോൾ എന്ത് പറയുന്നത് വെച്ചാൽ എന്നെ പെണ്ണുങ്ങൾ പോയിട്ട് പറയും, എന്നോട് അയാൾ അപമര്യാദയായിട്ട് പെരുമാറി. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനത്തെ എത്ര കേസുകൾ കണ്ട്. മുസ്ലിം പണ്ഡിതന്മാരും മദ്രസ അധ്യാപകന്മാരും പറ്റി എന്തെല്ലാം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് എപ്പാരെങ്കിലും ഇല്ലല്ലോ. ചിലതൊക്കെ ഇങ്ങനെ ഒതുക്കി തീർക്കുന്നില്ല. അങ്ങനെ എത്ര ഹിന്ദു സമുദായത്തിൽപ്പെട്ട പിന്നെ സന്യാസിമാരെ പറ്റി പറയുന്നുണ്ട്, എത്ര ഫാദരിമാരെ പറ്റി പറയുന്നുണ്ട്. ഇത് എല്ലാം സത്യം നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം ആരോപണമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശിച്ചത് നമ്മളെ നാടിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവിടെ സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരോപണം ഉന്നയിപ്പിക്കുന്ന ഒരു സ്റ്റണ്ടായിട്ട് മാറി, ഒരു ഇതായിട്ട് നാട്ടു ആചാരം പോലെയായിട്ട് മാറിയിന്. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഓൻ്റെ മുകളിൽ എന്തെങ്കിലും ആരോപണം പറഞ്ഞിട്ട് കുറച്ച് ആൾ ഓനെ പറ്റി ഒന്നാക്കിയിട്ട് ഓനിലേക്ക് ഓൻ ആ മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ല സ്ഥാപനത്തിൽ പുറത്താക്കി കളയുക, എല്ലാ സംഘടനയിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് ഈ പറഞ്ഞ ചാനലുകാരെ അത് ചെയ്തതല്ല പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ രാജ്യത്ത് ഈ സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആൾ സമസ്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും മുണ്ടുന്നില്ല. ഇസ്ലാമിനെ വഞ്ചിച്ചു ഇയാൾ വലിയൊരു ആരോപണത്തിന് വിധേയമായവനാണ്, ഇയാളെ മാറ്റി നിർത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതായത് എന്തെന്ന് അറിയത്തില്ല. മൂപ്പർക്ക് എന്തോരം ഒരു ആവേശമാണ് ഇതായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്നാണെങ്കിൽ ഫസ്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് തന്നെ ഫസ്ക് ചെയ്യുന്നത് അയാൾ വഞ്ചിച്ചു എന്ന്. കാരണം ഫസ്ക് എന്ന് വെച്ചെങ്കിൽ കോടതിയുള്ളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട കേസിനെ പിൻവലിച്ചതിന് ശേഷം നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് വന്നത് ശരി തന്നെയാണ്.
ചിലപ്പം ആ പെണ്ണിൻ്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചറിഞ്ഞിട്ടുള്ള ആയിട്ട് ചിലപ്പം ചെയ്യേണ്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം 2 ദിവസം കൊണ്ടാവുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങളും നടക്കാറ് പൂർത്തിയാവാറ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ വളരെ കൂടുതൽ തിരക്കുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞ സമയത്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ ഈ കാളിയുടെ പേരിൽ നടപടിയെടുക്കാനും സമസ്തയെ ഇത്ര വലിയ സംഘടന എന്തുകൊണ്ട് മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വളരെ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ആക്ഷേപകരമായ രൂപത്തിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതായത് ഇയാൾ സ്വയം തീരുമാനിച്ചാൽ മതി അയാൾ കുറ്റക്കാരനെന്ന്. അപ്പോൾ എനിക്ക് പറയാണ്ടെന്ന് വെച്ചെങ്കിൽ ഇസ്ലാമിലെ നിയമം എന്ന് വെച്ചെങ്കിൽ ഒരു ലൈംഗിക ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യഭിചാര കുറ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഇസ്ലാമിൽ ആരെങ്കിലും ആരോപിക്കുന്നതിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകിച്ച് പറഞ്ഞത് അറിയോ, അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിയാത്തിടത്തോളം, അതായത് സുർമ കുപ്പിയിൽ ഒരു കോലിട്ടിട്ട് സുർമ എടുക്കുന്നില്ലേ എന്നിട്ട് കണ്ടിടുന്ന അതുപോലെ നമ്മൾ കാണാത്തിടത്തോളം ഒരാളെ മുകളിൽ നമ്മൾ ലൈംഗിക ആരോപണം പറയരുതോ വ്യഭിചാരിക്കുന്നോ അല്ലെങ്കിൽ വ്യഭിചാരിക്കാൻ പോയെന്നോ പറയാൻ പാടില്ല ഇസ്ലാമിക നിയമം. ഇയാൾ പറയുന്ന തന്നെ എന്തുകൊണ്ട് സമസ്ത നടപടിയെടുക്കാത്ത, എന്തുകൊണ്ട് ആരോപണ വിധേയമായി, എന്തുകൊണ്ട് സമുദായത്തെ വഞ്ചിച്ചവനെ എന്നുള്ള രൂപത്തിൽ മൂപ്പർ സംസാരം നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് പറയേണ്ടത് വെച്ചെങ്കിൽ ഈ 3-4 വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കിത് ഇങ്ങനെ തോന്നി. കാരണം ഒരു ആരോപണ വിധേയൻ എന്ന് പറഞ്ഞാലും ആ ആളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഇത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള അഭിപ്രായം. കാരണം വെച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞ വാചകം കണ്ടില്ലേ, ഒരു മറ്റുള്ള കുറ്റാരോപണം കണക്കല്ല, വ്യഭിചാര കുറ്റത്തിനെ ആരോപിക്കണമെങ്കിൽ സുർമ കുപ്പിയിൽ കോലിട്ടിട്ട് എടുക്കുന്ന പോലെ കാണണമെന്നാണ്. അത്രയും കർശനമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ സമസ്തയിലത്തെ ഒരു നേതാക്കന്മാരും ആരും തന്നെ ഇന്ന് വരെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഇയാൾ പറയുന്ന പോലെ പെട്ടെന്ന് നടപടിയെടുക്കാൻ പറ്റുമോ? ഈ ചാനലുകാരൻ വിചാരിക്കുന്ന എനിക്ക് നടപടിയെടുക്കാൻ നിയമമുണ്ടാ? അപ്പോൾ അവരത് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് എന്ത് സംഭവം അറിയാതെ കണ്ട് ആരും തന്നെ പറ്റി മിണ്ടുന്നില്ല. അതുകൊണ്ട് അതായിരിക്കും, അല്ലാതെ അങ്ങനെ വെച്ചിരിക്കുമോ? അപ്പോൾ ഇയാൾ പറയുന്നത് അങ്ങനെയല്ല. ഇയാൾ ഒരു ശരിക്കും കുറ്റവാളിയെ പോലെ എന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇപ്പം അയാളെ പറ്റി പല ആളും ആശയം പറയുമ്പോൾ അയാൾ പറയുന്നത് അന്ന് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എൻ്റെ മുകളിൽ നടപടിയെടുക്കാൻ വേണ്ടി കാളി പറയൂന്ന്. നിങ്ങൾക്ക് ഈ ആ ചാനലുകാരന് ഇത്തരം നിർബന്ധം തന്നപ്പോൾ നമുക്ക് മനസ്സിലാവാത്തത്. അപ്പം ഇതൊക്കെ ഈ നമ്മളെ നാട്ടിൽ നടക്കുന്ന പല ആരോപണങ്ങളും പല ആക്ഷേപങ്ങളും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഓൻ അത്രക്കാരൻ ഇത്തരക്കാരൻ എന്ന് പറയുന്നതൊക്കെ നമ്മളെ നാട്ടിൽ നമുക്കെല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെ ഇപ്പോൾ സമയം കാത്ത് നമുക്ക് സമയമൊന്നുമില്ല. ആ അവസ്ഥയെല്ലാം നമ്മൾ മുസ്ലിങ്ങൾ തന്നെ ഇപ്പോൾ ജീവിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 3-4 വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അല്ലാതെ കണ്ട് അയാൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു പാവം മനുഷ്യനാണ്, അയാൾ ഒരു ആരോപണ വിധേയനായിട്ട് നമുക്കൊരു കുറ്റക്കാരൻ ഞമ്മക്കാർക്ക് എത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനല്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആരെ പറ്റില്ല ആരോപണം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ ആരോപണം പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കുറ്റക്കാരനെന്ന് പറയാൻ പറ്റുമോ? ഇത് ഇന്നലെയുള്ളതൊന്നല്ല. ഞാൻ ആ ചാനലുകാരനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നമ്മൾ ഉമ്മ എന്ന് വിളിക്കുന്ന ഖദീജ ബീബി നബീൻ്റെ ഭാര്യ, ആ ഖദീജ ബീബിനെ പറ്റിയിട്ട് സൽമാൻ റുഷ്ദി പറഞ്ഞത് അറിയോ സുഹൃത്തെ? എനിക്ക് ആ ചാനലുകാരനോട് ചോദിക്കാനുള്ളത്. നമ്മളാരെങ്കിലും സൽമാൻ റുഷ്ദി പറഞ്ഞത് അംഗീകരിച്ച ആളാണ്? ലോക മുസ്ലിങ്ങളുടെ ഉമ്മയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് നമ്മൾക്ക്. റസൂലിൻ്റെ ഭാര്യ നമുക്ക് അത്ര സ്നേഹമല്ലേ, നമ്മുടെ കേരളത്തിൻ്റെ കഷ്ണമല്ലേ? അങ്ങനത്തെ ഖദീജ ബീബിനെ സൽമാൻ റുഷ്ദി ചെയ്ത് ചരിത്രം വായിച്ചിനാ? കായബത്തിൻ്റെ അകത്ത് ചെയ്തിട്ട് എന്തായിരുന്നു ഖദീജ ബീബി ചെയ്തുകൊണ്ടായിരുന്നുള്ളത്? ആ പറഞ്ഞതിനാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അന്ന് കണ്ടർന്ന് വെടിവെച്ച് കൊല്ലണമെന്ന് പറയാൻ കാരണം. അത്രയും നീചമായ രൂപത്തിലാണ് ഓനന്ന് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മളാരെങ്കിലും ഖദീജ ബീബി അങ്ങനത്തെ ആളെന്ന് പറഞ്ഞില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പറയുന്നവന് ആക്ഷേപം എന്തും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഖദീജ ബീബിനെ പറഞ്ഞ കണക്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുള്ളൂ. കാണുന്ന കാണികളോടും അതേ ചാനലുകാരനോടും എനിക്ക് പറയാനുള്ളത്, ഖദീജ ബീബിനെ ഇങ്ങനെ വ്യഭിചാര ആരോപണം പറഞ്ഞ ഈ ലോകത്ത് കോഴിക്കോടെ കാലിന് എന്ത് സുഹൃത്തെ ഇപ്പോൾ ആരോപണം പറയുന്നതിൽ വലിയൊരു തെറ്റായിട്ട് നമുക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ട് കാണാനുള്ളത്? അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് സമസ്ത നടപടി തീർച്ചയായിട്ടും എടുക്കും. പക്ഷെ അതിനൊക്കെ സാവകാശം വേണ്ടേ? നിങ്ങൾ ഈ ചാനലിരുന്നിട്ട് എൻ്റെ ആ സുഹൃത്തിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ചാനലിലിരുന്നിട്ട് എന്താ നടപടി എടുക്കാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഫതൽ മൂയിനിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ എന്താ ഒരു നിയമം എടുക്കാൻ തീരുമാനം എടുക്കുക ഈ ഏടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിന് അത്രയും തെളിവായ കാര്യങ്ങൾ കിട്ടാതെ കണ്ട് ഒരിക്കലും ഒരു നടപടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ അറിയുന്നവരായതുകൊണ്ടല്ലേ ഈ സമസ്തൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ആ ചങ്ങായിയുടെ വീഡിയോ കൊണ്ടെങ്കിലും നമ്മളത് തെറ്റിദ്ധരിക്കുന്നതും വേണ്ട. ആ ചങ്ങായിയും ചിലപ്പം മറ്റുള്ളവർ വിശ്വസിച്ചുകൊണ്ട് അയാൾ ഇടുന്ന വീഡിയോ ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടുന്ന ഏതാളോടും പറയാനുള്ളത്,
വ്യഭിചാര ആരോപണം പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിടുമ്പം നമ്മൾക്ക് വോയിസ് കൂട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഒരു വ്യക്തിയെ നമ്മൾ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് എല്ലാ വീഡിയോക്കാരോടൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോക്കാരനെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ അയാളെ 4 വീഡിയോ കണ്ടിടത്തേക്ക് മറ്റു ആരും തന്നെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് തോന്നി ഈ മൂപ്പർക്ക് എന്തോ ഒരു വലിയൊരു നിർബുള്ള മാതിരിയാണ് ഇയാളെ കുറ്റക്കാരനാക്കാൻ. അതുകൊണ്ട് സമസ്ത നിന്ന് നോക്കുകയൊന്നും ചെയ്യില്ല. അതിൻ്റെ സന്ദർഭം വരുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നു എനിക്ക് ആ സത്യത്തിനോട് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഇങ്ങനത്തെ പേരും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആളെ പറ്റിയൊന്നും കിട്ടുന്ന സന്ദർഭത്തിൽ വീഡിയോ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടാൻ അനുവാദമുണ്ട് വീഡിയോക്കാരന്, പക്ഷേ നമ്മൾ മുസ്ലിം എന്ന് അയാളും പറയുന്നുണ്ട് മുസ്ലിം. അതുകൊണ്ട് മുസ്ലിം എന്നുള്ള നിലക്ക് നിങ്ങൾക്കും കൂടി ഉത്തരവാദിത്വമുണ്ട് ഒരാളെ മാനം കാക്കാൻ വേണ്ടിയിട്ട്. മറച്ചു വെക്കൽ ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.